അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലെ 43-ാം അധ്യായം അസ്-സുഖ്റുഫ് 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളും പൂർവ സമൂഹങ്ങൾക്ക് സംഭവിച്ച പരിണിതിയുടെ സാഹചര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായി ഈ അധ്യായത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള മനോഹരമായ ചില വിശദീകരണങ്ങളും ഈ അധ്യായങ്ങളിലുണ്ട്. അള്ളാഹുവിനെയും പ്രവാചകനെയും പരലോകത്തെയും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഒരു സമൂഹത്തോട് ഖുർആനിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ചില സമീപനങ്ങളും സംസാരങ്ങളും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഹാമീം. വിശുദ്ധ ഖുർആനിൽ 29 അധ്യായങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളാണ്. ഹുറൂഫുൽ മുഖത്താ, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത അക്ഷരങ്ങൾ എന്നാണ് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ആശയം. വൽ കിതാബിൽ മുബീൻ, സുവ്യക്തമായ ഈ വേദമാണ് സത്യം. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ, നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആനാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന്. വ ഇന്നഹു ഫീ ഉമ്മിൽ കിതാബി ലദൈന ലഅലിയുൻ ഹകീം, യഥാർത്ഥത്തിൽ ഇത് മൂലവേദത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഉമ്മുൽ കിതാബ്, മൂലവേദം. നമ്മുടെ സന്നിധിയിൽ ഉന്നത സ്ഥാനമുള്ളതും തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള വേദമാണ് വിശുദ്ധ ഖുർആൻ. ലദൈന അൽ അലിയുൽ ഹക്കീം. ഇവിടെ ഖുർആനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അതിൻ്റെ രചയിതാവ് അള്ളാഹുവാണ്, മുഹമ്മദ് അല്ല. ഖുർആൻ സുവ്യക്തമായ വേദം എന്ന ഗുണമാണ് സത്യം ചെയ്യുന്നതിന് സാക്ഷിയായി തിരഞ്ഞിട്ടുള്ളത്. ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്നതിന് ഖുർആനെ തന്നെ സാക്ഷിയായി ആണയിടുന്നത് പല അർത്ഥങ്ങളുണ്ട്. ജനങ്ങളെ, വളരെ സുവ്യക്തമായ ഒരു ഗ്രന്ഥം ഇതാ നിങ്ങളുടെ മുമ്പിൽ, അതൊന്ന് കണ്ണു തുറന്ന് കാണുക. ഗ്രഹിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസവുമില്ലാത്ത തെളിഞ്ഞ സന്ദേശങ്ങളാണതിൽ. അതിൻ്റെ ഭാഷ, അതിൻ്റെ സാഹിത്യ സൗന്ദര്യം, സത്യാസത്യങ്ങൾ വേർതിരിക്കുന്നതിന് തെളിഞ്ഞ പാഠങ്ങൾ, വളരെ വ്യക്തമായ ഉള്ളടക്കം, ലാളിത്യം, എല്ലാം ഖുർആൻ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ തെളിവാണ്. അതോടൊപ്പം നിങ്ങളത് ഗ്രഹിക്കുന്നതിന് നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് അന്യഭാഷയല്ല, നിങ്ങളുടെ മാതൃഭാഷയിലാണ്. അതുകൊണ്ട് അത് പരിശോധിച്ച് നോക്കാനും അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു പ്രയാസവുമില്ലല്ലോ. ഇത് മറ്റേതെങ്കിലും ഭാഷയിലായിരുന്നുവെങ്കിൽ അതു പറഞ്ഞ് നിങ്ങൾ ഖുർആനിൻ്റെ സന്ദേശത്തെ, പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുമായിരുന്നു. മറ്റൊന്ന്, ഈ അറബി ഭാഷയിലുള്ള ഖുർആൻ അറബികൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഖുർആൻ അറബിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഈ സുവ്യക്തമായ ഒരു കാരണം ഖുറൈശി സമൂഹങ്ങളിലേക്ക്, മക്കയിലെ അറബ് സമൂഹങ്ങളിലേക്ക് നൽകപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇത് വെച്ച് ഒരാൾ പറയുന്നു ഇത് അള്ളാഹുവിൻ്റെ വചനമല്ലെന്നും മുഹമ്മദ് തൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കുകയാണ് എന്നൊക്കെ തീരുമാനിച്ച് ഖുർആൻ്റെ സന്ദേശങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അവൻ വലിയ അതിക്രമമാണ് ചെയ്യുന്നത്. വൈന്നഹു ഫി ഉമ്മുൽ കിതാബ്. ഉമ്മുൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശം മൂലവേദം എന്നാണ്. അതായത് എല്ലാ പ്രവാചകന്മാരിലേക്കും ദൈവിക സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. 4 പ്രവാചകന്മാർക്കാണ് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടത്. സബൂർ ദാവൂദ് നബിക്ക്, മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇഞ്ചീൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ.
സുഹുഫ് ഇബ്രാഹിമോ മൂസ, ഇബ്രാഹിം നബിക്കും സുഹുഫ് ഏടുകളുണ്ട് എന്ന് സൂറത്തുൽ അഅലയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിയയിൽ ഉമ്മുൽ കിതാബ് എന്നതിനെ കിതാബുൻ മക്നൂൻ, ഗോപ്യവും സുരക്ഷിതവുമായ വേദം എന്നാണ് വിളിക്കുന്നത്. സൂറത്തുൽ ബുറൂജിൽ ലൗഹുൽ മഹ്ഫൂദ്, സുരക്ഷിത ഫലകം എന്നാണ് വിളിക്കുന്നത്. എല്ലാത്തിൻ്റെയും മൂലപ്രമാണം, മൂലവേദം ഒന്നാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. ലദൈന ലഅലിയുൻ ഹക്കീം, നമ്മുടെ സന്നിധിയിൽ ഉന്നത സ്ഥാനമുള്ളതും തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഗ്രന്ഥം. ഖുർആനെക്കുറിച്ച് വഇന്നഹു തൻസീലു റബ്ബുൽ ആലമീൻ, ഇത് സർവ്വലോകത്തിൻ്റെയും റബ്ബ് അവതരിപ്പിച്ച സന്ദേശമാണ്. ബിലിസാനിൻ അറബിയിൻ മുബീൻ, തെളിഞ്ഞ അറബി ഭാഷയിൽ. വഇന്നഹു ലഫി സുബുരിൽ അവ്വലീൻ, പൂർവ്വജനങ്ങളുടെ വേദങ്ങളിലും ഇതുണ്ട്, ഇതേ സന്ദേശങ്ങളുണ്ട്. ഈ വാക്യം സുവ്യക്തമായ വേദം എന്നതിനോടും മൂലവേദം എന്നതിനോടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ലദൈന ലഅലിയുൻ ഹക്കീം എന്നത്. സയ്യിദ് അബുൽ മൗദൂദ് സാഹിബ് ഇതിന് നൽകുന്ന മനോഹരമായ വിശദീകരണം ഇങ്ങനെയാണ്: ഒരാൾ തൻ്റെ വിഡ്ഢിത്തം മൂലം ഈ വേദഗ്രന്ഥത്തിൻ്റെ മൂല്യവും മഹത്വവും തിരിച്ചറിയുകയോ അതിലെ തത്വജ്ഞാനപരമായ അധ്യാപനങ്ങൾ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത് അവൻ്റെ ദൗർഭാഗ്യമാണ്. വല്ലവനും ഇതിനെ വിലയിടിച്ചു കാട്ടാനോ ഈ വചനങ്ങളെ ചലിവാരി എറിയാനോ ശ്രമിക്കുന്നുവെങ്കിൽ അതവൻ്റെ നികൃഷ്ടതയാണ്. ആര് തന്നെ വിലയിടിച്ചാലും ഇത് മൂല്യശൂന്യമാകുന്നില്ല. ആരു തന്നെ മണ്ണിട്ടാലും ഇതിലെ തത്വങ്ങൾ മറഞ്ഞു പോവുകയില്ല. മനോഹരമാണ് ഈ ഖുർആൻ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നു. നിങ്ങളുടെ ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ. അത് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള ഒന്നാണ് ഖുർആൻ. എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന മൂല്യം ഒന്നാണ്. അലിയുൻ ഹക്കീം, അത് ഉന്നത സ്ഥാനമുള്ളതും തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഖുർആനിൻ്റെ സന്ദേശം മനോഹരമാണ്, എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അസത്യങ്ങളില്ലാത്ത, സ്ഖലിതങ്ങളില്ലാത്ത, പോരായ്മകളില്ലാത്ത, പരിമിതികളോ തിരുത്തലുകളോ വേണ്ടതില്ലാത്ത അമൂല്യമായൊരു ഗ്രന്ഥം. മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഗ്രന്ഥം. വഴിയാണ് ഖുർആൻ, വഴികാട്ടിയും. വിളക്കൂതിക്കെടുത്തിയിട്ട് ഇരുട്ടിനെ പഴിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടി വഴിയും വഴികാട്ടിയുമായി മാറേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, തുടർന്നുള്ള ഭാഗത്ത് നിങ്ങൾ പ്രവാചകനെയോ വേദഗ്രന്ഥത്തെയോ തള്ളിപ്പറയുന്നു എന്നതുകൊണ്ട് നിങ്ങളിലേക്ക് സന്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാതിരിക്കില്ല. അഫനദരിബു അൻകുമുൽ ദിക്റ സഫ്ഹ അൻ കുൻതും ഖൗമുൻ മുസ്രിഫീൻ, നിങ്ങൾ അതിക്രമികളായ സമൂഹമായി തീർന്നതിൽ കോപിച്ച് ഈ സൗദുപദേശം അയച്ചു തരുന്നത് നിർത്തിക്കളയുകയോ. വക്കം അർസൽനാ മിൻ നബിയിൻ ഫിൽ അവ്വലീൻ, പൂർവ്വസമുദായങ്ങളിലും നാം എത്രയോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. വമാ തഅ്തീഹിം മിൻ നബിയിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവർക്കിടയിൽ ചെന്നിട്ടുള്ള ഒരു പ്രവാചകനെയും അവർ പരിഹസിക്കാതിരുന്നിട്ടില്ല. ഫഅഹ്ലക്ന അശദ്ദ മിൻഹും ബത്ഷൻ വമല്ലാ മഹ്സലുൽ അവ്വലീൻ, അങ്ങനെ ഇവരെക്കാൾ എത്രയോ പരാക്രമികളായിരുന്നവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്. പൂർവ്വസമുദായങ്ങളുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു. വലിയൊരു കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളായി കടുത്ത അജ്ഞതയിലും ദുരവസ്ഥയിലും കഴിയുന്ന ഒരു ജനതയിലേക്ക് സത്യസന്ധനായ ഒരു മനുഷ്യനെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നു. അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം അവരുടെ മേൽ നൽകുന്നു. അവർക്കിടയിൽ ഒരു മാർഗദർശകൻ വരുന്നു. അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അദ്ദേഹം നയിക്കാൻ പരിശ്രമിക്കുന്നു. അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചം കടന്നു വരുന്നു. എന്നാൽ ഊഹാപോഹങ്ങളുടെയും അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും തെറ്റിദ്ധാരണയുടെയും പേരിൽ അവർ ഈ പ്രവാചകനെ അവഗണിക്കുന്നു, ഉപദ്രവിക്കുന്നു. അവരിലേക്ക് വന്ന ദൈവികമായ സന്ദേശങ്ങളെ അവർ തിരസ്കരിക്കുന്നു. എന്നതുകൊണ്ട് അവരിലേക്കൊരു പ്രവാചകനെ നിയോഗിക്കാതിരിക്കാനോ അവരിലേക്ക് ദൈവിക സന്ദേശങ്ങൾ നൽകാതിരിക്കാനോ അതൊരു കാരണമാകുന്നില്ല. അവർ ചെയ്യുന്ന ഈ അവിവേകം
പ്രവാചക നിയോഗത്തെയും വേദ അവതരണത്തെയും തടയുമെങ്കിൽ ഒരു സമൂഹത്തിലും പ്രവാചകൻ ആഗതനാവുകയോ ഒരു വേദവും അവതരിപ്പിക്കപ്പെടുകയോ ഇല്ലായിരുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും അവിടുത്തെ പ്രമാണിമാർ, സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നേടിയിരുന്നവർ, ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രം കൊതിച്ചിരുന്നവരൊക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രം അവരിലേക്ക് പ്രവാചകന്മാരെയോ വേദഗ്രന്ഥങ്ങളെയോ അയക്കാതിരിക്കാം എന്ന് അള്ളാഹു തീരുമാനിക്കുകയില്ല. എങ്ങനെയാണ് ഒരു ജനതയെ ശിക്ഷിക്കുന്നത്? ചില പ്രത്യേക സമുദായങ്ങളുടെ അവിവേകത്തിൻ്റെ ഫലമായി മനുഷ്യവംശത്തിന് ആകമാനം പ്രവാചകത്വത്തിൻ്റെയും വേദത്തിൻ്റെയും മാർഗദർശനം അള്ളാഹു വിലക്കുകയില്ല. മറിച്ച് സ്വന്തം ബലത്തെ സംബന്ധിച്ച അഹന്തയുടെ ലഹരിയാൽ പ്രവാചകന്മാരെ പരിഗണിക്കാൻ കൂട്ടാക്കാതിരുന്ന, തെറ്റിനെ പൂജിച്ചിരുന്നവരെ നശിപ്പിച്ചു കളയുക എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. നൂഹ് നബിയുടെ ജനതയെ നശിപ്പിച്ചതും ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിച്ചതും സ്വാലിഹ് നബിയുടെ ജനതയ്ക്ക് നാശം സംഭവിച്ചതും എല്ലാം ഈ ഒരു അർത്ഥത്തിലായിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു വധിക്കുമ്പോൾ തങ്ങൾക്കുണ്ടെന്ന് ഖുറൈശികളുടെ കൊച്ചു നായകന്മാർ അഹങ്കരിക്കുന്ന ശക്തിയേക്കാൾ 1000 ഇരട്ടി ബലവാന്മാരെപ്പോലും അത് പാറ്റകളെന്ന പോലെ ചതച്ചരച്ച് കളയും. പല രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിട്ടുള്ളത്. ഫറോവയുടെയും നമ്രൂദിൻ്റെയും ഹാമാൻ്റെയും ഖാറൂനിൻ്റെയും ഒക്കെ നാശം നമുക്കറിയാം. കൊടുങ്കാറ്റിലൂടെ ഭൂമിയിൽ താഴ്ന്നുപോയി. അതുപോലെ തന്നെ പേമാരി മൂലം, പ്രളയം മൂലം പല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജനതയെ നശിപ്പിച്ചിട്ടുണ്ട്. ഫഅഹ്ലക്ന അശദ്ദ മിൻഹും ബത്ഷ വമല്ലാ മസ്ലുൽ ഔവലീൻ. ഇവരെക്കാൾ എത്രയോ പരാക്രമികളായിരുന്നവരെ നാം നശിപ്പിച്ചു. പൂർവ്വ സമുദായങ്ങളുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മക്കയിലെ ഖുറൈശികൾക്ക് കഴിയേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം കൂടി ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പടച്ച റബ്ബ് ഖുർആനെ കൂടുതൽ വായിക്കാനും പാരായണം ചെയ്യാനും മനനം ചെയ്യാനും അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.